നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ ചെണ്ടുമല്ലി കൃഷിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ പറയുകയാണ് കേട്ടോ. അതായത് നമ്മൾ ചെണ്ടുമല്ലി ഒരു പ്രത്യേക ദിവസത്തിന് നടണം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാ രീതിയിലും കട്ട് ചെയ്തും വളർച്ചയ്ക്കും കൃത്യമായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജൂൺ 20 എന്ന് പറഞ്ഞത് ഒരു ഡേറ്റ് പറഞ്ഞു. ജൂൺ 20 മുതൽ ജൂലൈ 10 വരെ നട്ട ആൾക്കാരുണ്ട്. അവർക്കും പൂ കിട്ടും. പക്ഷെ അതിൽ ആ ചെടിയുടെ വളർച്ചാ വ്യത്യാസം മാത്രം കൃത്യമായി പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഡേറ്റ് അങ്ങനെ നമ്മൾ പറഞ്ഞെടുക്കുന്നത്. അതായത് അത്തം മുതൽ എത്ര ബാക്കിലേക്കുള്ള ദിവസം കണക്കാക്കിയിട്ട്. ഇത് ജൂൺ 20 നട്ട തയ്യ. ജൂൺ 20 നട്ട തയ്യപ്പോൾ അതിൽ ഇത് 2 പ്രൂണിങ് കഴിഞ്ഞു. 2 തവണ പ്രൂൺ ചെയ്തു. അത് സാമ്പിൾ കാണിക്കുക, ഒരു പ്രൂണിങ് നടത്തിയുള്ളൂ. സെൻറ്ററത്തെ സ്റ്റെമ്മ് ഒരു പ്രൂണിങ് നടത്തി. ഇനി ഇതിൻ്റെ വേരൊക്കെ പൊന്തി വന്നിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇതുവരെ കൊടുത്തത് നൈട്രജൻ വളങ്ങളാണ്, നൈട്രജനും ഫോസ്ഫറസും. ഇപ്പോൾ DAP, ഇപ്പോൾ രാസരീതിയിൽ DAP കൊടുക്കാം, പിന്നെ നമ്മളെ എന്താ പറയുക ഫാക്ടംബോസ് കൊടുക്കാം, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാം, ജീവാമൃതം കൊടുക്കാം, പഞ്ചഗവ്യം കൊടുക്കാം. എന്തെങ്കിലും വളങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ജൈവരീതി അല്ലെങ്കിൽ രാസരീതിയിൽ എന്ത് വളങ്ങളും കൊടുക്കാം. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒന്നും നീട്ടി വെക്കരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. കാരണം ഇത് ലൈഫ് സ്പാൻ കുറഞ്ഞൊരു പ്ലാന്റാണ്. അപ്പോൾ അതിനൊരു ടൈമിൽ അത് വിത്തുനിന്ന് മുളച്ച് അതിൻ്റെ ജീവിതം അവസാനിക്കുന്ന കുറച്ച് ദിവസം, വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത് കഴിയും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിത്ത് മുളച്ച് അതിൻ്റെ വലുതായി വന്ന് മുട്ട് വന്ന് പൂ വന്ന് പിന്നെ ശോഷിച്ച് നശിച്ചു പോകും. ഈ സമയത്ത് കൊടുക്കേണ്ട വളം കൃത്യമായി കൊടുത്താലേ ചെടിക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നലെ ഒരു ആൾ ഫോൺ വിളിച്ചിട്ട് ജൂൺ 24 നട്ടതാണ്. ഇതുവരെ ഇട്ട സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ഇട്ടു. പിന്നെ ഇപ്പോഴും വളമൊന്നും കൊടുത്തില്ല. കനത്ത മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വെച്ചതിനേക്കാളും ഒരു 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ മാത്രമേ വളർന്നുള്ളൂ. ഇനി എന്താ ചെയ്യാന്ന്? ഒരിക്കലും നമ്മൾ നീട്ടി വെക്കരുത്. അതായത് ഇപ്പോൾ ജൂൺ 20 വേണ്ട, ജൂൺ 30, അതായത് ജൂലൈ 1 നട്ട ആളാണെങ്കിലും നടുന്ന സമയത്ത് അടിവളമായിട്ട് എന്തെങ്കിലും കൊടുക്കുക. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ രാസപരമായ രീതിയിലാണെങ്കിൽ ഫാക്ടംബോസ്. പക്ഷെ അടിവളം കൊടുക്കുമ്പോൾ രാസവളം ഇട്ട് ഉടനെ അതിൻ്റെ മേലെ തൈ വെക്കരുത് കേട്ടോ. കുറച്ച് അടിവളം എന്നുള്ള പേരിൽ തന്നെ അടിയിൽ തന്നെ കൊടുത്തിട്ട് മേലെ മണ്ണിട്ടിട്ട് വേണം വയ്ക്കുക. കാരണം പെട്ടെന്ന് വലിച്ചാൽ ചെടി കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ കൊടുക്കേണ്ട വളം കൊടുക്കണം. ഇനി തുടക്കത്തിൽ അടിവളം കൊടുക്കാൻ പറ്റില്ല വിചാരിച്ചാൽ കുഴിച്ചിട്ടിട്ട് പിന്നെ ഫസ്റ്റ് ഒരു 4 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടർച്ചയായിട്ട് 2 ദിവസം 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചു വിടും. ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരാൾ ചോദിച്ചു എന്നോട്, എന്തിനാ ഇപ്പോൾ ദിവസവും വളം കൊടുക്കണമെന്ന്? അതിന് ഉത്തരമാണ് മഴ. നിങ്ങളിപ്പോൾ ഒരു 10 ഗ്രാം വളം ഇന്ന് കൊടുത്തു എന്ന് കരുതുക. ആ വളം മുഴുവൻ ചെടിക്ക് ആവശ്യമുണ്ടെന്നും കരുതുക. കനത്ത മഴ പെയ്തു, അതിൽ 9 ഗ്രാമും മണ്ണിൽ ഒലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് ഒലിച്ചു പോയി. അപ്പോൾ 1 ഗ്രാമേ ചെടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം കുറച്ച് കൊടുത്തു എന്ന് കരുതുക. അതിൽ നിന്നും കുറച്ച് ചെടി വീണ്ടും വലിക്കും, ബാക്കി ഒലിച്ചു പോകും. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന മഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ മഴ കുറഞ്ഞ കാലാവസ്ഥയിൽ ഇതൊന്നും പ്രശ്നമില്ല. ആഴ്ചയിൽ 1 ദിവസം 2 ആഴ്ച കൂടുമ്പോൾ വളമിട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ 30-10 ഞാൻ പറഞ്ഞു 3 ദിവസം കൂടുമ്പോൾ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്യാൻ പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ മഴ കനത്തു, ചെടി വേരിൽ നിന്നുള്ള ആഹാരം വലിക്കലും വെള്ളം വലിക്കലും കുറച്ച് കുറയും. കാരണം അത്രയും വെള്ളം കുടിച്ച് നിൽക്കുക. ആ സമയത്ത് നമ്മൾ ഫോളിയാർ സ്പ്രേ ഇല വഴി ഇതിൻ്റെ മേലെ ഇലയോ അടിയിലോ ഒക്കെ ആയിട്ട് സ്പ്രേ വഴി വളങ്ങൾ കൊടുത്താൽ അത് കുറച്ച് വളരെ ക്വിക്കായിട്ട് ചെടി വലിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറയുന്നത്. ചില ആളുകൾ ചോദിക്കും അടിയിൽ വളം കൊടുക്കണ്ടേ, മേലെ മാത്രം കൊടുത്താൽ മതി. ഇതിന് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ആരെയായിട്ടും തർക്കിക്കാനൊന്നും നിൽക്കരുത്. പഠിക്കുക. ചെടി വേര് വഴി ആഹാരം വലിക്കും, ഇല വഴിയും വലിക്കും. അപ്പോൾ എന്നും ഇല വഴി കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉത്തരവുള്ളൂ, ഒരു ചെടിക്ക് ആവശ്യമായ ഒരു പെർട്ടിക്കുലർ അളവിൽ വളം ഉണ്ടെന്ന് കരുതുക. ഒരു 10 ഗ്രാം വളം ഉണ്ടെങ്കിൽ അതിൽ 1 ഗ്രാം ചെടി വലിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വേനൽക്കാലത്ത് പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ വലിയ നീല ഡ്രമ്മിൽ കടലപ്പിണ്ണാക്കും ചാണകവും ഗോമൂത്രവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ മറ്റെന്തെങ്കിലും പിണ്ണാക്കുകളൊക്കെ ഇതൊക്കെ അതിലിട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഓരോ ദിവസവും എന്തായാലും തോട്ടത്തിൽ നനയ്ക്കാൻ പോകും, പച്ചക്കറി പൊട്ടിക്കാൻ പോകും. അപ്പോൾ ദിവസം നനയ്ക്കുന്നത് ഈ വളങ്ങളാണ്. അതായത് ഈ വളത്തിൽ ഒരു പാർട്ട് കലക്കി വെച്ച ഡ്രമ്മിലെ ലേശം വെള്ളം എടുക്കും, ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കും, നന്നായി ഇളക്കും. അത് അരിച്ച് കടലപ്പിണ്ണാക്കാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് അതിലിട്ടിട്ടുണ്ട്, അരിച്ചിട്ടുള്ള ലിക്വിഡാണ് അതിൽ ഒഴിക്കുക. എന്നിട്ട് അതെടുത്തിട്ട് എല്ലാ ചെടിയും ഇങ്ങനെ ഒഴിച്ചു വെച്ചു. അപ്പോൾ ഡെയിലി ചെടിക്ക് എന്ത് കിട്ടും? ഒരു വളത്തിൻ്റെ അംശവും കിട്ടും, വെള്ളവും കിട്ടും. അത് കുറച്ചേ കിട്ടുള്ളൂ, ചെറിയ തോതിൽ ഡയലൂട്ട് ചെയ്തല്ലേ കൂടാ. അപ്പം കുറച്ച് വെള്ളം വലിക്കുന്നതിൻ്റെ കുറച്ച് വളവും പോയി. അപ്പോൾ ചെടി അതിനനുസരിച്ച് കരുത്തായിട്ട് നന്നായി വളരും. നമുക്ക് പിന്നെ പയറിൻ്റെ ഇലയൊക്കെ അങ്ങനെ നന്നായി വളരും. ഇതുപോലെ തന്നെ ഈ ചെണ്ടുമല്ലിക്ക് നിങ്ങൾ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച ആൾ പറഞ്ഞത് ജൂൺ 24 നട്ടിട്ട് ഇതുവരെ ഒരു വളവും കൊടുത്തിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, പൂവ് കിട്ടുമോ എന്നൊക്കെ. എന്താ ഇപ്പം നമ്മൾ അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസം മുഴുവനും മഴയാണെന്ന് കരുതുക.
തുടർച്ചയായിട്ട് മഴ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുറഞ്ഞു നിൽക്കണം നേരമുണ്ട്. ആ സമയം കണ്ടെത്തുക. ഈ ഫോളിയാർ സ്പ്ലേ വളങ്ങൾ, അതായത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതിൻ്റെ വെള്ളമായാലും രാസവളമായാലും എടുക്കുക, ഒന്നിങ്ങനെ ചുറ്റിലും ചെടിയുടെ മേലെ അടിയിലൊക്കെ ആയിട്ടാണ് തളിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ ക്യുക്കായിട്ട് ആ ചെടി വലിക്കും. പിന്നെ കുറച്ച് നിലത്തേക്ക് പറ്റിയിട്ടുണ്ടാവും, അതും ചിലപ്പോൾ ചെടി വലിക്കും. അല്ലെങ്കിൽ മഴയെ തൊലിഞ്ഞു പോട്ടെ, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അടിക്കാമല്ലോ. വളപ്രയോഗം നിങ്ങൾ മാറ്റി, ഇന്നത്തെ വർക്ക് ഇന്ന് തന്നെ ചെയ്യണം, നാളത്തേക്ക് മാറ്റി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെടി ആ വെച്ച പോലെ നിന്നിട്ട് ആ പൂക്കേണ്ട ഒരു സമയമുണ്ട്, തന്നെ പൂത്ത് തീരണം, പൂവിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു മൊട്ട് വരും. ചെറിയ ഒരു ചെടിയിൽ കുറച്ച് മുട്ട് വന്നിട്ട് ആ ചെടിയുടെ കരുത്തായ ഒരു മുട്ടിലേക്ക് വന്നിട്ട് അത് അങ്ങോട്ട് വീഴും. ഇതാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് വളം പ്രയോഗിക്കുന്നത് മാറ്റി വെക്കരുത്. അത് ഇപ്പോൾ നമ്മൾ തൈ നട്ട് 3-ാം ദിവസം തൊട്ട് കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണ്ട് നല്ല ബലം വയ്ക്കും. ഇതിനൊക്കെ അത്യാവശ്യം നല്ല സൈസായി, അടിഭാഗം നല്ല വണ്ണായി. ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഒന്ന് ജൂലൈ 18, ഇന്ന് മുതൽ നമുക്ക് ഓഗസ്റ്റ് 1 വരെയുള്ള സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാറ്റി വെക്കാതെ, ഒരു മഴയും ഒന്നും നോക്കാതെ നിങ്ങൾ കൃത്യമായ നൈട്രജൻ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ജൂലൈ 25 കഴിഞ്ഞാൽ ഒരു 1/4 സ്പൂൺ പൊട്ടാഷ് ഒന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. 1/4 സ്പൂൺ മാത്രം, വളരെ കുറച്ച്. പിന്നെ 1-ാം തീയതിക്ക് ശേഷം നമുക്ക് വളപ്രയോഗം ഒന്ന് റെഡിയാക്കാം, 1-ാം തീയതിയോട് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൊട്ടാഷ് ഒരു 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് ആവശ്യമുള്ള 1/4 സ്പൂണാണ്. വളരെ നിങ്ങൾക്ക് ഇതായിട്ട് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ, അല്ല 4 ദിവസം കഴിഞ്ഞാൽ വളരെ കുറച്ച് വേറെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി 25-ന് ശേഷം ഈ പൊട്ടാഷിൻ്റെ പ്രയോഗം കുറച്ച് കൂട്ടി കൊടുക്കണം. ഇതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 1-ാം തീയതി വരെയുള്ള സമയമുണ്ട്. ഈ 1-ാം തീയതി വരെയുള്ള സമയത്തുള്ളൂ, ഏകദേശം 12 ദിവസം നിങ്ങൾ നൈട്രജൻ വളങ്ങൾ, അതായത് രാസവളമാണെങ്കിൽ DAP അല്ലെങ്കിൽ ഫാക്ടംബോസ് പോലത്തെ സാധനങ്ങൾ കൊടുക്കുക. പിന്നെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ, ജൈവ വളങ്ങളും രാസവളങ്ങളും നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതൽ കൊടുക്കുക.